എൻ്റെ കുടുംബത്തിൽ ഞാൻ ആരായിരിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് കർത്താവ് തരിക. ഇതൊക്കെ കുറച്ച് സമയം എടുത്തിരുന്നെങ്കിൽ പോലും ഒരു നല്ല മകനാകുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഞാൻ പറഞ്ഞിരുന്നു. കോവിഡ് കാലഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഡെലിവറി ബോയ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. അന്ന് മുതൽ കർത്താവ് എന്നെ ഒരു നല്ലൊരു മകൻ, നല്ലൊരു കുടുംബസ്ഥൻ ആക്കാൻ വേണ്ടിയിട്ട് കർത്താവ് എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും കടബാധ്യതകളുടെ ലിസ്റ്റ് ഞങ്ങളിങ്ങനെ എടുക്കാൻ തുടങ്ങി. ഞാനും ചേട്ടായും ഒക്കെ കൂടി എടുക്കാൻ തുടങ്ങി. അങ്ങനെ അത് പയ്യെ കർത്താവ് ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിച്ചെടുത്ത് ഇപ്പം കടങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തിലേക്ക് കർത്താവ് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അമ്മ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ടെൻഷനൊന്നും ഇല്ലാതെ നിനക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നതെന്ന്. എൻ്റെ ആ ഒരു അമ്മയുടെ ചോദ്യത്തിന് ഒറ്റ ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ, കർത്താവിനോടുള്ള ഒരു ആശ്രയം മാത്രം. ആ ഒരു ആരാധനയുടെ ഇടയിൽ ഈശോയോട് കണ്ണുറച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പം കിട്ടിയ ഒരു അനുഭവം, ആ ഒരു അനുഭവം എന്നെ ഇപ്പോഴും മുന്നോട്ട് നടത്തുന്നു.